ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും, അങ്ങനെ കഥകളുടെ പരിപാടി. അപ്പോൾ നമ്മളിന്നിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഒരു ബംഗാളി കഥയാണ്, ഒരു ബംഗാളി നാടോടി കഥ. അത് ഈ കൊക്കിനെ ഛർദ്ദിച്ച ഒരു കഥയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിങ്ങനെയാണ്. വളരെ പണ്ട് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ ഒരു പണ്ഡിറ്റ് താമസിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് കലശലായ ചുമ പിടിപെട്ടു. ചുമച്ച് അവശനായ അദ്ദേഹം ഒരു വയൽ വരമ്പിലൂടെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് അതിശക്തമായ ഒരു ചുമ പുറത്തു വന്നത്. പണ്ഡിറ്റ് ചുമച്ചു തുപ്പി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കൊക്കിൻ്റെ ഒരു ചെറു വെള്ളത്തൂവൽ പുറത്തേക്ക് വന്നു. അത് കണ്ട് പണ്ഡിറ്റ് തളർന്നു പോയി. എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഒരു പക്ഷിത്തൂവൽ കടന്നുകൂടിയത്? എനിക്കെന്തെങ്കിലും വലിയ രോഗമായിരിക്കും, അദ്ദേഹം സ്വയം പറഞ്ഞു. തൻ്റെ രോഗത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് പണ്ഡിറ്റ് വയൽ മുറിച്ചു കടന്ന് വീട്ടിലേക്ക് നടന്നു. എന്തും വരട്ടെ, കൊക്കിൻ്റെ തൂവൽ ഛർദ്ദിച്ച കാര്യം ആരോടും പറയില്ല, പണ്ഡിറ്റ് തീരുമാനമെടുത്തു. വീട്ടിലെത്തിയപ്പോൾ മുതൽ പണ്ഡിറ്റ് വിഷമത്തിലാണെന്ന കാര്യം ഭാര്യ ശ്രദ്ധിച്ചിരുന്നു. രാത്രി കിടന്നപ്പോൾ എന്തിനെക്കുറിച്ച് ഓർത്താണ് വിഷമിക്കുന്നതെന്ന് ഭാര്യ പണ്ഡിറ്റിനോട് തിരക്കി. മനസ്സിലുള്ളത് ആരോടെങ്കിലും പറഞ്ഞാൽ തൻ്റെ വിഷമം അല്പം കുറയുമെന്ന് പണ്ഡിറ്റ് കരുതി. പുറത്ത് ആരോടും പറയില്ല എന്ന് സത്യം ചെയ്യിപ്പിച്ച് ഭാര്യയോട് താൻ തൂവൽ ഛർദ്ദിച്ച കാര്യം പണ്ഡിറ്റ് പറഞ്ഞു കേൾപ്പിച്ചു. സസ്യഭക്ഷണക്കാരനായ തൻ്റെ ഭർത്താവ് എങ്ങനെയാണ് തൂവൽ ഛർദ്ദിക്കുക? അദ്ദേഹത്തിന് കാര്യമായ എന്തോ അസുഖമാണ്, പണ്ഡിറ്റിൻ്റെ ഭാര്യ കരുതി. അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. പുലരുവോളം അതോർത്താണ് അവർ കിടന്നത്. നേരം പുലർന്നപ്പോൾ വെള്ളമെടുക്കാനായി അവർ കിണറ്റിൻകരയിലേക്ക് പോയി. അവിടെ കണ്ട വിശ്വസ്തനായ അയൽക്കാരിയോട് അവർ പറഞ്ഞു, എൻ്റെ ചേച്ചി, ഇന്നലെ ഞാൻ ഒരു പോള കണ്ണടച്ചില്ല. ഒരു ഭയങ്കര സംഭവം ഉണ്ടായിരിക്കുന്നു. പക്ഷേ പുറത്ത് പറയുന്ന ആരോടും എനിക്കത് പറയാനാകില്ല. നീ എന്നോട് മാത്രം അത് പറയൂ. ഞാനത് ആരോടും ഒരിക്കലും പുറത്ത് പറയില്ല എന്ന് നിനക്കറിയില്ലേ? രഹസ്യം സൂക്ഷിക്കാൻ വംഗദേശത്ത് എന്നോളം ഒരു പെണ്ണിനുമാവില്ല. അതറിയാവുന്നത് കൊണ്ടാണ് ചേച്ചിയെ ഞാൻ വിളിച്ചത്. ഇന്നലെ എൻ്റെ ഭർത്താവ് കുറേ കൊക്കിൻ തൂവലുകൾ ചുമച്ചു തുപ്പി. കാര്യം കേട്ട അവർ അന്തം വിട്ടു. കൊക്കിനെ തിന്നാതെ എങ്ങനെയാണ് അതിൻ്റെ തൂവൽ ഛർദ്ദിക്കുക? അതോർത്ത് മനം പുരട്ടലോടെ അയൽക്കാരി വെള്ളവും എടുത്തുപോയി. വീട്ടിലെത്തിയതും ആ വലിയ രഹസ്യം പരമരഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്ന് സത്യം ചെയ്ത അടുത്ത വീട്ടിലെ വേലക്കാരിയോട് അവർ അത് പറഞ്ഞു കേൾപ്പിച്ചു. ആരോടും പറയരുത്, നമ്മുടെ പണ്ഡിറ്റ് ഒരു വെള്ളക്കൊക്കിനെ ഛർദ്ദിച്ചു. വേലക്കാരി ഉണ്ടോ വിടുന്നു. അവർ ആ പരമരഹസ്യം നിമിഷങ്ങൾക്കകം കൊച്ചമ്മയ്ക്ക് കൈമാറി. നമ്മുടെ പണ്ഡിറ്റില്ലേ, അയാൾ ഛർദ്ദിക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളക്കൊക്കുകൾ പുറത്തു വരുന്നു. കൊച്ചമ്മ ആ രഹസ്യവുമായി ഉടൻ കൂട്ടുകാരിയെ കാണാൻ പോയി. പണ്ഡിറ്റ് ഛർദ്ദിക്കുമ്പോൾ കൊക്കുകളും മുണ്ടികളും കുളക്കോഴികളും നീർക്കാക്കകളുമൊക്കെ വായിൽ നിന്ന് പുറത്തു വരുന്നു എന്ന കഥ വൈകിട്ടോടെ അയൽ ഗ്രാമങ്ങളിൽ വരെ പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് പുലർച്ചെ ഈ മഹാ അത്ഭുതം കാണാൻ കാളവണ്ടികളിൽ എത്തിയ മനുഷ്യരെ കൊണ്ട് പണ്ഡിറ്റിൻ്റെ വീട്ടിലേക്കുള്ള വഴി നിറഞ്ഞു. രഹസ്യം സൂക്ഷിക്കാൻ അറിയാത്ത ആളുകൾ നുണയും കൂടി പറഞ്ഞുണ്ടാക്കി വരുത്തുന്ന അപകടം കണ്ട് പണ്ഡിറ്റ് ശരിക്കും കരഞ്ഞുപോയി. ഇത്രയുമാണ് കഥ. ഈ നുണകളെല്ലാം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഒരു ചെറിയ കാര്യമായിരിക്കാം, സംഗതിയായിരിക്കാം, അതൊരാളോട് പറയുന്നു. അടുത്ത ആളോട് അത് പറയുമ്പോൾ അത് കുറച്ചും കൂടെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേർന്നിരിക്കും. അതിൻ്റെ അടുത്ത ആളോട് പറയുമ്പോൾ അതിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചേർന്നിരിക്കും, ഒരു ഭാവനയൊക്കെ ചേർന്നിരിക്കും. അങ്ങനെ ഭാവന കൂടിക്കൂടിയ ഒരു ഈ പറഞ്ഞ കാര്യമായിരിക്കില്ല ഒരു 10 20 ആളുകളിലേക്ക് എത്തുമ്പോൾ ഓരോ ആൾക്കാരും അതിന് കൂടുതൽ അവരുടെ ഭാവനയ്ക്കനുസൃതമായി പൊടുപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് അവതരിപ്പിക്കും. എന്നാലേ കഥയ്ക്കൊരു രസം ഉണ്ടാവുകയുള്ളൂ. നമ്മളിന്ന് ആഘോഷിക്കപ്പെടുന്ന പല ഇതിഹാസങ്ങളുമൊക്കെ പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നോ ഉണ്ടായ ഒരു ചെറിയ സംഭവം
അതിന് എത്രയെത്ര അതിശയോക്തികൾ കലർന്ന ഒരു വലിയ കഥയായിട്ടൊക്കെ മാറിയിട്ടുണ്ടാകാം പിൽക്കാലത്ത്. ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ പരീക്ഷണം. അതായത് ഒരു ക്ലാസ്സിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു പഠിക്കുന്ന കാലത്ത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് 19 പേര് ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ തുടക്കത്തിൽ ഈ പ്രോഗ്രാം നയിക്കുന്ന ആൾ ഒരു കാര്യം പറയും, എന്നിട്ട് പറയാം അടുത്ത ആളോട് പറയാം. അങ്ങനെ ഈ 50 വിദ്യാർത്ഥികളിലൂടെയും ഇത് കടന്നു പോകും. എന്നിട്ട് അവസാനം ഇരിക്കുന്ന ആളോട് ആ പറഞ്ഞ കാര്യം ഒന്ന് എഴുതാൻ പറയും. അയാൾ എഴുതി കഴിഞ്ഞിട്ട് ഈ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം നയിക്കുന്ന വ്യക്തി പുള്ളി പറഞ്ഞ കാര്യം ബോർഡിൽ എഴുതിയിടും. ആ 2 കാര്യങ്ങളും തമ്മിൽ വളരെയേറെ അന്തരമുണ്ടായിരിക്കും. അതിന് വല്ലാത്തൊരു പരിണാമം ഉണ്ടായിട്ടുണ്ടാകും. ആ പറഞ്ഞ കാര്യത്തിന് വളരെയേറെ പരിണാമമുണ്ടായതായി നമുക്ക് മനസ്സിലാകും അത് വായിക്കുമ്പോൾ. ഓരോരുത്തരും കേൾക്കുന്നത് അടുത്ത ആളോട് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചേർക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ പറയുകയൊക്കെ ആ ധൃതിയിലോ മറ്റോ ഒക്കെ ആയിരിക്കാം. എന്തായാലും രണ്ടും വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും ആ ബോർഡിൽ കിടക്കുന്നത്. ഇത് മനുഷ്യജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഥയെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ പല ഫേക്ക് ന്യൂസുകളും അല്ലെങ്കിൽ നുണകളും ഉണ്ടാകുന്നതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അതാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. മനുഷ്യരെല്ലാം ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യം അതിങ്ങനെ പൊലിപ്പിച്ച് എക്സാജറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു പ്രവണത മനുഷ്യർക്കുണ്ട്. ചെറിയൊരു കാര്യമായിരിക്കും, അതൊരു വലിയ സംഭവമാക്കി മാറ്റും. അതെന്തോ ഒരു മഹാസംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കഥയെന്ന് പറയുന്നത്. ഇന്നിപ്പം ജീവിച്ചിരിക്കുന്ന വ്യക്തികളൊന്നും ചിലപ്പോൾ ഞാനുൾപ്പെടെ ഉള്ളവർ ഒരു 150 വർഷം കഴിഞ്ഞൊക്കെ കാണുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത്രയൊന്നും പോകത്തില്ല. എങ്കിൽ ഞാൻ ഒന്ന് കൂട്ടി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ മനുഷ്യജീവിതങ്ങൾ. പലപ്പോഴും നാം ഒന്നും ഈ മനുഷ്യജീവിതത്തിൻ്റെ ഒരു നശ്വരതയൊന്നും മനസ്സിലാക്കാറില്ല. അതുകൊണ്ടാണ് ചില യുദ്ധങ്ങളിലൊക്കെ ഇങ്ങനൊരു പ്രസ്താവന വരുന്നത്, ആ ഒരു വംശത്തെ തുടച്ചു നീക്കി കളയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരുണ്ട് അല്ലേ, ഒരുപാട് ആളുകളെ. അങ്ങനെയൊക്കെയാണ് ചില അല്ലേ വംശഹത്യകളൊക്കെ നടക്കുന്നത്. അവർക്ക് എതിരേക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാവും, വർണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ജാതിയുടെ ഒക്കെ അടിസ്ഥാനം, അങ്ങ് തുടച്ചു നീക്കിക്കളയാം എന്നൊക്കെ പറഞ്ഞൊക്കെ വലിയ കലാപങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾക്ക് തിരിച്ചറിയുന്നില്ല, ഒരു മനുഷ്യനും എക്കാലവും ഈ ഭൂമിയിൽ നിലനിൽക്കില്ല എന്നുള്ള കാര്യം. അനശ്വരതയില്ല അല്ലേ, എല്ലാം നശ്വരമാണ്. അതുപോലെ നമ്മൾ പോരാടുന്ന കാര്യങ്ങൾക്കും വേണ്ടി പണ്ട് ഒരു 19 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു പോട്ടെ ഒരു 70 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഭക്ഷണത്തിന് വേണ്ടി ആയിരുന്നിരിക്കാം ഒരു കൊലപാതകം നടത്തിയത്. ഒരു കഷ്ണം കപ്പയ്ക്കോ ചേനയ്ക്കോ അല്ല അരിക്കോ ഒക്കെ വേണ്ടിയാണ്. ഇന്ന് അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന കാലമൊക്കെ മാറിയില്ലേ. അങ്ങനെയൊന്നുമില്ല. ഇന്ന് മനുഷ്യൻ്റെ കൊലപാതക രീതികളൊക്കെ വലിയ വലിയ പണത്തിന് വേണ്ടിയും അല്ലെ വേറെ പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, വേറെ എൻ്റെ പരിഗണന മാനദണ്ഡമൊക്കെ വേറെയാണ്. അപ്പോൾ ഓരോ കാലത്തും ഓരോ ആവശ്യങ്ങളുണ്ട് മനുഷ്യർക്ക്. ഞാനിതൊക്കെ പറഞ്ഞത് കാലത്തിൻ്റെ പരിണാമത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന വർഗവിരോധവും ജാതി വിരോധവും ഒക്കെ ഒരു പ്രസക്തിയില്ലെന്ന് മനസ്സിലാവുന്നത്. ഉദാഹരണത്തിന് അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹം ലോകം കീഴടക്കാൻ പുറപ്പെട്ടതാണ്. അദ്ദേഹത്തെയും മരണം കീഴ്പ്പെടുത്തി. അദ്ദേഹം മരിച്ചത് അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കഥകളൊക്കെ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അതിൻ്റെ മരണത്തിൻ്റെ കാര്യം ഇന്നും ഒരു വിവാദമാണ്. പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം കുറേ പാർട്ടികളിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കുഴഞ്ഞു വീണതെന്ന് പറയുന്നുണ്ട്. അതായത് ഒത്തിരി വൈൻ കുടിച്ച് ഒരു മത്സരത്തിൽ എത്ര മാത്രം വൈൻ കുടിക്കാമെന്നൊക്കെ പറഞ്ഞുള്ള മത്സരത്തിൽ അങ്ങനെയൊക്കെ ഒരു വൈൻ കുടിച്ചിട്ട് അങ്ങനെ കൊളാപ്സ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്, കുഴഞ്ഞു വീണു എന്നൊക്കെ പറയുന്നുണ്ട്. മസിൽ പാരാലിസിസ് കൊണ്ട് സംഭവിച്ചതാണെന്നൊക്കെ ഒരു നിഗമനം വന്നിട്ടുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ തിയറികളൊക്കെ ഉണ്ട്. എന്തായാലും ഒത്തിരി തിയറികൾ അദ്ദേഹം യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല. ഒരു കോമാ സ്റ്റേറ്റിലോട്ട് പോയപ്പോൾ ആ ബോഡി എടുത്ത്
പറഞ്ഞ കണക്ക് എംബാം ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ളൊരു തിയറിയൊക്കെ ഉണ്ട്. അങ്ങനെ പല തിയറികളുണ്ട്. ഞാൻ അതിനകത്തൊന്നും കിടക്കുന്നില്ല, ഞാനതല്ല പറയാൻ ഉദ്ദേശിച്ചത്. വലിയ വലിയ രാജാക്കന്മാരും അല്ലെങ്കിൽ കുറേയേറെ പ്രദേശം തൻ്റെ കീഴിൽ ഉണ്ടായിരുന്നവരും എല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി. മരണം അവരെ കീഴ്പ്പെടുത്തി. അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ വംശഹത്യയും യുദ്ധങ്ങളുമൊക്കെ എന്തിന് എന്നുള്ളൊരു ചോദ്യം പുറപ്പെടുന്നു. ആർക്കു വേണ്ടി എന്നുള്ളത്, അതിൻ്റെ അർത്ഥമില്ലായ്മ, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. എല്ലാവരും ഇവിടെ നിന്ന് പോകാനുള്ളവരാണ്. അപ്പോൾ എന്തിനു വേണ്ടി ഇത് എന്നുള്ളൊരു ചോദ്യം. അശോകനും യുദ്ധങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി ഈ യുദ്ധങ്ങൾക്കൊന്നും ഒരു അർത്ഥവുമില്ല. അദ്ദേഹം ബുദ്ധൻ്റെ പാത പിന്തുടർന്നു. അപ്പോൾ വസ്തുക്കളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ പഴയ കാലത്ത് കുരുമുളകൊക്കെ വലിയ വിലപ്പെട്ട നിധിയായിരുന്നു അല്ലേ? കുരുമുളകും ഏലവും സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഭയങ്കര വിലപ്പെട്ടതായിരുന്നു. എന്നാൽ അതിനൊക്കെ വേണ്ടിയായിരുന്നു വലിയ യുദ്ധങ്ങളും കപ്പൽ യാത്രകളും ഒക്കെ നടത്തിയിരുന്നത്. ഇന്ന് അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുരുമുളക്, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കുരുമുളക് ബ്ലാക്ക് ഗോൾഡ് എന്നാണ് അല്ലേ അറിയപ്പെട്ടിരുന്നത്. ഇത് കണ്ടെത്താനായിട്ട് എത്രയോ ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി കപ്പൽപാതകൾ തേടി കഷ്ടപ്പെട്ട് അങ്ങനെ കപ്പൽപാതകൾ കണ്ടുപിടിച്ച് എത്രയോ പേര് ജീവിതം ഹോമിച്ചു അതിനു വേണ്ടി. അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ബ്ലാക്ക് ഗോൾഡ് തേടി യൂറോപ്പിൽ നിന്നൊക്കെ ആൾക്കാരെത്തിയത്, സഞ്ചാരികളെത്തിയത്, കപ്പൽ യാത്രയിൽ കപ്പലുകളെത്തിയത്. അതിന് യുദ്ധങ്ങൾ നടന്നു അല്ലേ, പോരാട്ടങ്ങൾ നടന്നു ഇതിൻ്റെ മേൽക്കോയ്മയ്ക്ക് വേണ്ടി. ഇന്ന് അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല അല്ലേ. പിന്നെ കുരുമുളക് ഒരു അമൂല്യ നിധിയൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളൊന്നും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കാലത്തിൻ്റെ മാറ്റങ്ങൾ എല്ലാത്തിനും വരുന്നുണ്ട്. ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്ന പലതും ഒരു കാലത്ത്, ഇനി വരുന്ന കാലത്ത് ഒരു പ്രസക്തിയും കാണില്ല. അന്ന് വേറെ പല കാര്യങ്ങൾക്കായിരിക്കും യുദ്ധങ്ങൾ നടക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം, കേട്ടുമുട്ടാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് ചിന്തകളുമായിട്ട്. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. നിങ്ങളിതുവരെ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.